പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ ജപമാല രാജ്ഞിയുടെ തിരുനാളില് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടാകുമെന്ന് അച്ഛന് നല്ല ബോധ്യമുണ്ട്. യേശു നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേല് കർത്താവിൻ്റെ വലിയ കരുണ, വലിയ കൃപ വർഷിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ബലിയർപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അത് ഹെബ്രായ ലേഖനം 13:6. അവിടെ വചനം പറയാണ്, അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം. അപ്പൊ അതിനാൽ നമുക്കെന്ന് പറയുമ്പോൾ അതിന് മുമ്പിൽ കുറച്ച് ഈ 3, 4, 5 വാക്യങ്ങളൊക്കെ ഹെബ്രായ ലേഖനത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് നമുക്ക് ഹോംവർക്കാണ്. അത് ഈ വീഡിയോയ്ക്ക് ശേഷം ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ആശീർവാദത്തിന് ശേഷം മുമ്പത്തെ ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കണം. വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പറയാണ്, അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം, കർത്താവാണ് എൻ്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല. ഈ ഒരു കാലഘട്ടത്തിലെ പ്രിയ സഹോദരങ്ങളെ, വലിയവരെന്നോ ചെറിയവരെന്നോ വ്യത്യാസമില്ലാതെ ഭയത്തിൻ്റെ ഒരു അരൂപി, ഞാൻ പറയുന്നത് ഒരു ഭയത്തിൻ്റെ ഒരു മേഖല, നമ്മൾ ആൾക്കാരെ കാണുമ്പോൾ പേടി, ഇരുട്ടിനെ പേടി, അങ്ങനത്തെ ഒരു മാത്രമല്ല സഹോദരങ്ങളെ, ഫ്യൂച്ചറിനെ കുറിച്ചിട്ടൊക്കെ മക്കൾ എന്തായി തീരും, ആദി വ്യാധി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഈ സാധനങ്ങൾ കംപ്ലീറ്റ് കർത്താവ് എടുത്തു മാറ്റും. എപ്പോ? കർത്താവാണ് എൻ്റെ സഹായകൻ, എൻ്റെ കുടുംബത്തിന്റെ സഹായകൻ, എൻ്റെ പങ്കാളിയുടെ സഹായകൻ, എൻ്റെ മക്കളുടെ സഹായകൻ കർത്താവാണ് എന്ന് ബോധ്യമുണ്ടോ പ്രിയ സഹോദരങ്ങളെ? ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. ആ കർത്താവ് ദൈവമായിട്ടുള്ള ഒരു കുടുംബമാണോ എൻ്റെ എന്ന് നമുക്ക് ആത്മശോധന ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഈ ടെക്സ്റ്റ് നിങ്ങൾ വായിക്കണം കേട്ടോ. ഹെബ്രായയുടെ 1 തുടങ്ങി 5 മുതൽ 5 വരെ അങ്ങോട്ട് വായിക്കുക. ഈ ആശീർവാദത്തിന് ശേഷം ഈ 5 വരെയുള്ള ഭാഗം വായിക്കുക. എന്നിട്ടാണ് പറയുന്നത്, അതിനാൽ നമുക്ക് ആത്മധൈര്യം, അത് നമ്മൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് എൻ്റെ സഹായകനാണ്. ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ടെക്സ്റ്റ് വായിക്കാനുള്ള ഒരു കൃപ നൽകണേ. അതുപോലെ തന്നെ അത് പാലിക്കാൻ വേണ്ട ഒരു കൃപ നൽകണേ കർത്താവേ. രക്ഷിതാവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.